എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം? ഒരു മോട്ടോർ ബൈക്ക് വാങ്ങാൻ തീരുമാനിച്ചതാണ് നിങ്ങൾ എന്ന് കരുതുക. ഏത് ബ്രാൻഡ് വാങ്ങണം എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾ കൂട്ടുകാരോടൊക്കെ അന്വേഷിക്കുന്നു. പലരും ശുപാർശ ചെയ്തത് പൾസർ വാങ്ങാനാണ്. അങ്ങനെ നിങ്ങളും തീരുമാനിക്കുന്നു പൾസർ വാങ്ങാൻ. പിന്നീട് റോഡിൽ ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് പൾസർ ബൈക്ക് മാത്രമായിരിക്കും. അത് മാത്രമാണെന്നല്ല, ഏറ്റവും കൂടുതൽ കണ്ണിൽ പെടുന്നത് പൾസർ ബൈക്ക് ആയിരിക്കും. ചുവന്ന നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പിന്നീട് റോഡിൽ മിക്കയിടത്തും ചുവന്ന സ്വിഫ്റ്റ് തന്നെ കാണാൻ തുടങ്ങുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നാം ആഗ്രഹിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് ചിന്തകളുടെ ഊർജം പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുകയും ആ ചിന്തകൾ സഫലീകൃതമാകുന്നതിന് സഹായിക്കുന്ന സാഹചര്യങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആത്മഗതങ്ങളും ദൃശ്യവൽക്കരണവും കൊണ്ട് സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും വസ്തുക്കളെയും വ്യക്തികളെയും നാം ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ് ആകർഷണത്തിന്റെ ഒന്നാമത്തെ നിയമം. ഉഴുതുമറിച്ച് ഒരുക്കി വളമിട്ട് ഫലഭൂയിഷ്ടമാക്കിയ ഭൂമിയിൽ വിതയ്ക്കുന്നതെന്തും 10 മടങ്ങായി വിളഞ്ഞു പഴുക്കുമെന്നത് സ്വാഭാവിക പ്രകൃതി നിയമമാണ്. ആ ഭൂമിയിൽ മാതളം നട്ടാൽ മധുരതരമായ മാതളപ്പഴവും മുല്ല നട്ടാൽ സുഗന്ധപൂരിതമായ മുല്ലപ്പൂക്കളും നമുക്ക് ലഭിക്കും. മറിച്ച് അവിടെ കൊടിയ വിഷമായ ഹെംലോക്കിന്റെ വിത്ത് വിതച്ചാലോ സർവനാശം വിതയ്ക്കുന്ന വിഷമാണ് ആ ഭൂമിയിലാകെ പിന്നീട് വിളയുക. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. ചിന്തകളാണ് മനസ്സിൽ നടുന്ന ചെടികൾ. നല്ല ചിന്തകൾ നട്ടാൽ നല്ല ചിന്തകളുടെ ഫലം കിട്ടും. ചീത്ത ചിന്തകളുടെ വിത്തുകൾ വിതച്ചാൽ ദുരന്താനുഭവങ്ങൾ മാത്രം ലഭിക്കും. ഇത് തെളിയിക്കപ്പെട്ട നിയമമാണ് കേട്ടോ. ഉപബോധ മനസ്സിൽ അന്തർഹിതമായ ജ്ഞാനം കൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത് എന്തിനേയും ആകർഷിക്കാനാവും അത്രേ. നിങ്ങളോട് ഒത്തുപോകുന്ന ഇണയെയും ബിസിനസ് പാർട്ട്ണറെയും സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന സമ്പത്തും ആരോഗ്യവും എന്നുവേണ്ട ആഗ്രഹിക്കുന്നതെല്ലാം ആകർഷിച്ചെടുക്കാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കും. മനസ്സിനുള്ളിൽ കാണുന്നതെല്ലാം അതേപടി പുറത്ത് ദൃശ്യമാകുമെന്നത് പ്രകൃതി നിയമമാണ്. മനസ്സിനുള്ളിൽ നടക്കുന്ന ചിന്തകൾ പുറത്ത് പ്രതിബിംബിക്കുകയാണ് എന്നും പറയാം. മനസ്സിൽ സൃഷ്ടിക്കാത്തതൊന്നും പുറത്ത് സൃഷ്ടിക്കാനാവില്ല. അതിനർത്ഥം നിങ്ങളുടെ ചുറ്റുമുള്ള അവസ്ഥകളെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചവ തന്നെയാണ്. ആകർഷണത്തിലെ 9 നിയമങ്ങളിൽ ഒന്നായ പ്രതിബിംബ നിയമമാണ് ഇത്, അതായത് ലോ ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങളുടെയും ചിന്തകളുടെയും പ്രതിബിംബമാണ് ബാഹ്യലോകത്ത് നിങ്ങൾ കാണുന്നത്. ലോകമെല്ലാം ദുഃഖം നിറഞ്ഞിരിക്കുന്നുവെന്നും ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചിലർ പറയാറുണ്ട്. എന്നാൽ ജീവിതം സന്തോഷപ്രദമായ ഒരു അനുഭൂതിയാണെന്നും അതെത്ര ആസ്വദിച്ചിട്ടും മതിയാവുന്നില്ലെന്നും മറ്റു ചിലർ പറയുന്നു. എന്താണ് ഇതിന് കാരണം? ആദ്യത്തെ കൂട്ടരുടെ മനസ്സിനുള്ളിലുള്ള നിഷേധ ചിന്തകളും ദുഃഖവുമാണ് അവരുടെ മുന്നിൽ പ്രതിബിംബിക്കുന്നത്. സ്വന്തം മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന സന്തോഷമാണ് രണ്ടാമത്തെ കൂട്ടർ പുറത്തു കാണുന്നത്. നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കുന്ന ആരോഗ്യവും സമ്പത്തും ബുദ്ധിശക്തിയും തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കാൻ ലഭിക്കുക. ആകർഷണവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയുടെ നിയമവുമുണ്ട്. ലോ ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് പറയും. ഇതനുസരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്തോ അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരാളിന് ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നതായി കാണാം. ചെറിയ ചീത്ത കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അയാൾ അത് അവഗണിക്കും. നേരെ മറിച്ച് വിഷാദവാദിയായ ഒരാൾ ചെറിയ ചീത്ത കാര്യങ്ങളെ കുറിച്ച് പോലും ചിന്തിച്ച് ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യും. ആകർഷണ നിയമം പ്രവർത്തിക്കണമെങ്കിൽ തുടർച്ചയായി ഒരേ കാര്യത്തെക്കുറിച്ച് മാത്രം ആയിരക്കണക്കിന് പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരു ചിന്തക്ക് പ്രതികൂലമായി മറ്റൊരു ചിന്ത വരാതെ ഒരേ ചിന്ത തന്നെ തുടർച്ചയായി മനസ്സിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്തകൾ പ്രപഞ്ച ശക്തിയിലൂടെ നിങ്ങളുടെ അതേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്നവരുടെ മനസ്സിലേക്ക് പ്രസരിക്കപ്പെടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആകർഷണ നിയമം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നവർ കലർപ്പില്ലാത്ത ചിന്ത തുടർച്ചയായി പ്രസരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ചിന്തകളിലും ചെയ്യുന്ന പ്രവൃത്തിയിലും അവയുടെ ഫലത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നേ ഇത് സാധിക്കും. ചിട്ടയായ ധ്യാനം മനസ്സിന്റെ ആകർഷണ ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കും. ആഗ്രഹത്തിന്റെയും വിശ്വാസത്തിന്റെയും തീക്ഷ്ണത വർദ്ധിപ്പിച്ചാലും ഇത് നേടാനാകും. ആകർഷണ നിയമത്തിന്റെ ഒരു ഉദാഹരണം നമുക്ക് ഇപ്പൊ നോക്കാം. ഓസ്ട്രേലിയയിൽ വെച്ച് ജോർജ് എന്ന ആളുടെ ഭാര്യ ആലീസ് മരണപ്പെട്ടു. ക്യാൻസർ ആയിരുന്നു അവർക്ക്. മരിക്കും മുമ്പ് ജോർജിന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെച്ച് ആലീസ് പറഞ്ഞു, എന്റെ കാലശേഷം അച്ചായൻ തനിച്ചാകരുത്, വേറൊരു വിവാഹം കഴിക്കണം. നമ്മുടെ മകൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ആരെയെങ്കിലും അച്ചായൻ കണ്ടുപിടിക്കണം. ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം ജോർജിനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു.
7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൂട്ടി ജോർജ് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലെത്തി. മകളെ സ്കൂളിൽ ചേർത്തു. ആ ഇടയ്ക്ക് കോട്ടയത്ത് വെച്ച് ജോർജ് ഒരു ചിത്രകാരനെ കണ്ടു. പോർട്രേറ്റ് വരയ്ക്കുന്നതിൽ സമർത്ഥനായിരുന്നു ആ ചിത്രകാരൻ. ജോർജിനു വേണ്ടി താൻ ഒരു ചിത്രം വരച്ചു കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. ജോർജ് അത് സമ്മതിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ചിത്രകാരൻ താൻ വരച്ച ചിത്രവുമായി ജോർജിന്റെ അടുക്കൽ വന്നു. ഒരു മധ്യവയസ്കനും സുന്ദരിയായ ഒരു യുവതിയും ഒരു കൊച്ചു കുഞ്ഞും കൂടി കായൽ തീരത്ത് കിടക്കുന്ന വള്ളത്തിലിരിക്കുന്ന ചിത്രമായിരുന്നു അത്. ചിത്രം നോക്കിയിട്ട് ഇയാൾ കണ്ടിട്ട് എന്നെപ്പോലെ ഇരിക്കുന്നല്ലോടാ എന്ന് ജോർജ് തമാശ പറഞ്ഞു. ചിത്രകാരന് നല്ലൊരു തുക പ്രതിഫലം നൽകി അയാൾ ആ ചിത്രം വാങ്ങി. ജോർജ് ചിത്രം തന്റെ സ്വീകരണ മുറിയിൽ ഒരിടത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പുതിയ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ജോർജ് ആ ചിത്രം നോക്കി മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നാൾ പോയി. ഒരു ദിവസം അയാൾ തന്റെ ബന്ധത്തിലുള്ള ഒരു കന്യാസ്ത്രീയെ കാണാൻ പാലായിലുള്ള മഠത്തിൽ പോയി. അവിടെ വെച്ച് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു യുവതിയുടെ കാര്യം ആ കന്യാസ്ത്രീ സൂചിപ്പിച്ചു. ജോർജ് ആ യുവതിയെ പോയി കാണുകയും അതിസുന്ദരിയായ യുവതിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് വിവാഹകാര്യം അവരോട് പറയാൻ തോന്നിയില്ല. തിരികെ വന്നപ്പോൾ കന്യാസ്ത്രീ വിവരം തിരക്കി. സിസ്റ്ററെ, അതൊന്നും ശരിയാവില്ല. അതൊരു സുന്ദരിയായ പെൺകുട്ടിയാണ്. എന്നെ സ്വീകരിക്കാൻ സാധ്യതയേയില്ല. ജോർജ് വളരെ ഉദാസീനമായി പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് ഒരു ദിവസം കന്യാസ്ത്രീ ജോർജിനെ ഫോണിൽ വിളിച്ചു. ജോർജ് പോയി കണ്ട ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ വിവാഹം പിന്നീട് നടക്കുകയാണ്. അവർക്കൊരു കുട്ടിയുണ്ടായി. കുറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം പഴയ ചിത്രകാരൻ ജോർജിനെ കണ്ടു. വിവരങ്ങൾ അന്വേഷിച്ചു. ജോർജ് അയാളെയും കൂട്ടി വീട്ടിൽ പോയി. പലതും പറഞ്ഞ കൂട്ടത്തിൽ താൻ പണ്ട് വരച്ചു കൊടുത്ത ചിത്രത്തെക്കുറിച്ച് ചിത്രകാരൻ ഓർമ്മപ്പെടുത്തി. സ്റ്റോർ മുറിയിൽ ഒരിടത്ത് ഒതുക്കി വെച്ചിരുന്ന ആ പെയിന്റിംഗ് ജോർജ് എടുത്തുകൊണ്ടുവന്നു. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് തന്റെ ഭാര്യയ്ക്ക് ചിത്രകാരൻ വരച്ച പെയിന്റിങ്ങിലെ യുവതിയുടെ അതേ മുഖഛായ തന്നെയാണ്. അതിലൊക്കെ അത്ഭുതം തന്റെ 2ാമത്തെ മകൾക്കും പെയിന്റിങ്ങിലെ കുഞ്ഞിന്റെ ഛായ തന്നെ. എന്തൊരു അത്ഭുതം! ജോർജും ചിത്രകാരനും മുഖത്തോട് മുഖം നോക്കി. ഇത് ഒരു സാങ്കല്പിക കഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇതുപോലത്തെ പല കാര്യങ്ങളും സംഭവിച്ചതായി അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അത്തരം അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങളോട് പറയൂ. മനഃശക്തിയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ആകർഷണ നിയമമാണ് ജോർജിന്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചത്. അത് അയാൾ പോലും അറിയാതെയാണെന്നതാണ് ഏറ്റവും വലിയ രസം. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ആകർഷണ നിയമം ഉൾക്കൊള്ളാൻ കാലതാമസം എടുക്കുന്നതായാണ് കണ്ടുവരുന്നത്. ഇതെന്തുകൊണ്ടാണെന്നോ? ചിന്തകൾ അത്രയും സ്വാഭാവികമായി ഉണ്ടാകുന്നതായിരിക്കണം. ചിന്തകൾ വഴി ധാരാളം ന്യൂറോ പെപ്റ്റൈഡുകളും പ്രോട്ടീൻ മോളിക്യൂളുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ അനുകൂലമായ രാസപദാർത്ഥങ്ങളാണ് നിർമ്മിക്കപ്പെടുക. ക്യാൻസർ ഉള്ള ഒരാളിന്റെ രോഗം പോസിറ്റീവ് ചിന്തകളാൽ സുഖപ്പെടുകയാണെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്യാൻസർ സുഖപ്പെടുത്താൻ കഴിയുന്ന മരുന്ന് രോഗിയുടെ ദൃശ്യവൽക്കരണത്തിലൂടെ അയാളുടെ ശരീരം സ്വയം ഉണ്ടാക്കുകയാണ്. മറിച്ച് നെഗറ്റീവ് ചിന്തകൾ സൃഷ്ടിക്കുന്ന രാസപദാർത്ഥങ്ങൾ നെഗറ്റീവ് ഫലങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാക്കുക. ക്വാണ്ടം ഫിസിക്സിന്റെ മേഖലയിൽ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തയെ ഒരു കാര്യത്തിലേക്ക് മാത്രം കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളെ നിർവചിക്കുകയാണ്. എന്താണ് നമുക്ക് ആവശ്യമെന്ന് നമ്മോട് തന്നെ പറയുക. അതിനുശേഷം ആ ലക്ഷ്യങ്ങളെ നാം ദൃശ്യവൽക്കരിക്കുകയും ചെയ്യണം. ദൃശ്യവൽക്കരണം, ആത്മകൽപ്പനകൾ എന്നിവ ഉപയോഗിക്കുകയും മനസ്സിനെ അതിലേക്ക് മാത്രം പ്രോഗ്രാം ചെയ്യുകയും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യണം. ചിന്തകളും ഉദ്ദേശങ്ങളും വാക്കുകളും വികാരങ്ങളും ലക്ഷ്യത്തിന് തടസ്സമാകരുത്. സാഹചര്യങ്ങളും വ്യക്തികളും സംഭവങ്ങളും അറിവുകളും സ്വാഭാവികമായി തന്നെ നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ഇനി ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം ഏറ്റവും എളുപ്പത്തിൽ സംഭവിക്കാൻ 3 പ്രധാന കാര്യങ്ങൾ നാം അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 3 കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കും.